നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗിരിയണ്ണ ഈ നിലയിലാക്കിയവരെ ഞാൻ വെറുതെ വിടില്ല. നീ എന്ത് ചെയ്യാനാ? വെറുതെ പ്രശ്നത്തിലൊന്നും ചെന്ന് ചാടാൻ നിൽക്കണ്ട. സഞ്ജയ്ക്ക് ഒരാളെ കൊല്ലാനും മടിയില്ലാന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ഇത് ഞാൻ എങ്ങനെയെങ്കിലും പരിഹരിച്ചോളാം. ഇതിൽ പരിഹരിക്കാൻ എന്താ ഉള്ളത്? സഞ്ജയ് ഗിരിയേട്ടനെ കൊല്ലാൻ ശ്രമിച്ചു. അതിന് ഞങ്ങൾ പോലീസുകാർ തന്നെ സാക്ഷികളാ. അവനെ അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ കേസും എടുത്തിട്ടുണ്ട്. എനിക്ക് ഒരേ ഒരു അപേക്ഷയുള്ളൂ. പരാതി ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഗിരിയേട്ടൻ അങ്ങോട്ടേക്ക് വരരുത്. ഒരു തവണ അവനെ രക്ഷിക്കാൻ വേണ്ടി സ്വയം കുറ്റം ഏറ്റെടുത്ത ആളാ ഗിരിയേട്ടൻ. അന്ന് കേസിൽ നിന്ന് ഗിരിയേട്ടൻ എളുപ്പത്തിൽ ഊരിപ്പോന്നു. ഞങ്ങളുടെ സ്റ്റേഷനിലുള്ളവര് അന്ന് ഡിപ്പാർട്ട്മെന്റിന് മുന്നിൽ തലതാഴ്ത്തി നിൽക്കേണ്ടി വന്നു. ഇനിയും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാ ഞങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഓ, ഇങ്ങനെ ഭീഷണിപ്പെടുത്തല്ലേ മോളെ. അവനെ രക്ഷിക്കാനുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. പോരെ, എല്ലാം നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ. സഞ്ജയ് നന്നാവുന്നുള്ള പ്രതീക്ഷയില് ഞാൻ ഒരുപാട് അവനോട് ക്ഷമിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നും ഒരു കാര്യമില്ലാന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. സഞ്ജുവിന് വേണ്ടി ജയിലിൽ പോകാൻ വരെ തയ്യാറായവനാ ഞാൻ. എന്നെ തന്നെ അവന് കൊല്ലണം. നീ അന്നേ എന്നോട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഞാനതത്ര കാര്യമായിട്ട് എടുത്തില്ല. എല്ലാവരും ഗിരിയേട്ടന്റെ വിശ്വാസം അർഹിക്കുന്നില്ല. ഇനിയെങ്കിലും ഗിരിയേട്ടൻ സഞ്ജയിൽ നിന്ന് അകലം പാലിക്കണം. എന്തായാലും നീ സഞ്ജയെ കൂടുതൽ തല്ലാനും ഉപദ്രവിക്കാനൊന്നും പോണ്ട. ഗിരിയേട്ടൻ ഇപ്പോഴും സഞ്ജയോട് അവന്റെ കുടുംബത്തോടുള്ള കടപ്പാട് മറക്കാൻ കഴിയുന്നില്ല അല്ലേ? എനിക്ക് കടപ്പാടുള്ളത് ഗോപാൽജിയോടാ. ഇവനുമായിട്ട് പ്രശ്നത്തിന് പോണ്ടാന്ന് ഞാൻ ഉപദേശിച്ചത് എപ്പോഴും നിന്നെ രക്ഷിക്കാൻ എനിക്ക് ഓടിയെത്താൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാ. എനിക്കങ്ങനെ ഗിരിയേട്ടന്റെ സംരക്ഷണം ഒന്നും വേണ്ട. ഞാനൊരു പോലീസുകാരിയാ. എല്ലാ ദിവസവും ജോലിക്ക് പോകുമ്പോ ഞാൻ റിസ്കുകൾ എടുക്കുന്നുണ്ട്. ഗിരിയേട്ടനത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. എന്തിനും കൂടുതൽ പറയുന്നു. ഞങ്ങൾ കൃത്യസമയത്ത് വന്നതുകൊണ്ടല്ലേ ഗിരിയേട്ടൻ സഞ്ജയുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടത്. അത് ഞാൻ മാലയിട്ട് പോയതുകൊണ്ടല്ലേ. ഇല്ലെങ്കിൽ ഒറ്റ ഒരുത്തനും നേരാവണ്ണം നടന്ന വീട്ടിലേക്ക് പോയില്ലായിരുന്നു. കാരണം എന്താണെങ്കിലും രക്ഷപ്പെടുത്തിയത് ഞാനാണോ? അത് നീയാണ്. അപ്പോ എന്നെ അത്ര കുറച്ചൊന്നും കാണണ്ട. ഓ ശരി. എന്നാലും സഞ്ജുവിനെ കസ്റ്റഡിയിൽ വെച്ച് അടിക്കാനും പിടിക്കാനൊന്നും പോണ്ട. അത് പറയാൻ ഒരുപാട് വൈകിപ്പോയി. എന്താ? അവനെ സെല്ലിലിട്ട് നല്ല ഇടിയിടിച്ചിട്ടാ ഞാൻ വരുന്നത്. അവനെ കോടതിയിൽ ഹാജരാക്കി നിയമപരമായി കാര്യങ്ങൾ നീക്കാനായിരുന്നു ആദ്യം കരുതിയത്. പക്ഷേ അവന്റെ വായിലെ നാവ് തീരെ ശരിയല്ല. അടിയെരന്ന് വാങ്ങുന്ന ടൈപ്പാ. സ്റ്റേഷനിലിരുന്ന് പോലീസുകാരെ വെല്ലുവിളിച്ചു. അതും ഒരു പോലീസുകാരിയുടെ ഭർത്താവിനെ അടിച്ചിട്ട്. വെറുതെ വിടുവോ? അവന് കിട്ടിയ അടി അവൻ ജന്മത്ത് മറക്കില്ല. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. പാവം സഞ്ജുവിന്റെ അവസ്ഥ എന്താവൂ എന്തോ. ചായ കുടിക്ക്. കഴിക്കാൻ എന്തെങ്കിലും മേടിക്കണോ? ഏയ് അതൊന്നും വേണ്ട. എടോ, താൻ ഇവിടെ ഉണ്ടായിരുന്നിട്ടാണോ സഞ്ജുവിന് ഇവിടുത്തെ പോലീസുകാർ കൈകാര്യം ചെയ്തത്? എന്റെ പൊന്നു വക്കീൽ സാറേ, ഞാൻ പരമാവധി അവരെ തടയാൻ ശ്രമിച്ചതാ. അവര് കേക്കണ്ടേ? ബാക്കി എല്ലാ പോലീസുകാർക്കും സഞ്ജുവിനെ ഇടിച്ച് ഇഞ്ച പരുവാക്കണം എന്നുള്ള വാശിയായിരുന്നു. ഞാനുള്ളത് കൊണ്ട് ഇത്രയ്ക്കൊക്കെ പറ്റിയുള്ളൂ. ആ മഞ്ജുവാണ് ഏറ്റവും കൂടുതൽ തല്ലിയത്. സ്വാഭാവികം. സഞ്ജു കൊല്ലാൻ പോയതേ അവളുടെ ഭർത്താവിനെയാണല്ലോ. അത് ശരി. അപ്പൊ അറസ്റ്റ് നടത്തിയത് പരാതിക്കാരന്റെ ഭാര്യയാണല്ലേ? അതെ വക്കീൽ സാറേ. കോടതിയിൽ അത് വെച്ചൊരു പിടുത്തം പിടിക്കാം. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ പരാതിക്കാരൻ ഭാര്യയെ കൊണ്ട് കള്ളക്കേസ് ചാർജ് ചെയ്യിപ്പിച്ചാണെന്ന് വാദിക്കാം. അത് പോയിന്റ്. സഞ്ജു ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമുക്ക് എന്തായാലും ജാമ്യം കിട്ടും. മേഡം വന്നിരുന്നോ? കുറച്ചു നേരം മുമ്പ് വന്ന് സംസാരിച്ചിട്ടാ പോയത്. എന്താ ബിജിക്കുട്ടാ വണ്ടിയുടെ അകത്ത് തന്നെ ഇരുന്നത്? അകത്ത് ഫ്രാൻസിസ് സാറ് ഒരു അതിഥിയെ സൽക്കരിച്ചോണ്ടിരിക്കുക. ആരാ?
ചെന്ന് നോക്ക്. ഹലോ, ഐ എം അഡ്വക്കേറ്റ് രാജശേഖരൻ. അതിന് ഞാനെന്ത് വേണം? എന്താ ഫ്രാൻസിസ് സാർ ഇത്? സെല്ലിൽ ഇടേണ്ട പ്രതിയെ ഇവിടെ ഇരുത്തി ഇങ്ങനെ സൽക്കരിക്കുന്ന സാറൊക്കെ ഒരു പോലീസാണോ? സൂക്ഷിച്ച് സംസാരിക്കണം. ഓ, ഇതാണല്ലേ പരാതിക്കാരന്റെ ഭാര്യ. നിങ്ങളുടെ പരിപാടി കൊള്ളാലോ മാഡം. ഭർത്താവിന് വൈരാഗ്യമുള്ളവർക്കെതിരെ കള്ളക്കേസ് കൊടുത്ത് അവരെ അറസ്റ്റ് ചെയ്യാം, എന്നിട്ട് അവരെ സെല്ലിലിട്ട് ക്രൂരമായി മൂന്നാം മുറയ്ക്ക് ഇരയാക്കുക. ഇതെല്ലാം കൂടെ ചേർത്ത് ഞാനൊരു കേസ് ഫയൽ ചെയ്താലേ നിങ്ങളുടെ തൊപ്പി തെറിക്കും. വക്കീലേ, പോലീസ് സ്റ്റേഷനിൽ കയറി ഒരു പോലീസുകാരിയെ ഭീഷണിപ്പെടുത്തിയ ഞങ്ങൾക്ക് എന്തൊക്കെ വകുപ്പുകൾ ചുമത്താമെന്ന് അറിയാലോ. അതുകൊണ്ട് ഭീഷണിയൊക്കെ 4 മടക്കി ആ പോക്കറ്റിൽ തന്നെ വെച്ചാ മതി. എഴുന്നേക്കടാ. ചായയും കുടിച്ച് സുഖിച്ചിരിക്കാനേ ഇത് നിന്റെ അച്ഛന്റെ വീടല്ല, എന്താണ് പോലീസ് സ്റ്റേഷനാ. വന്ന് സെല്ലിൽ കയറി കിടക്ക്. എഴുന്നേക്കടാ. ഫ്രാൻസിസ്, മഞ്ജു, കേറടാ. സർ, മൂന്നാം മുറ പ്രയോഗമൊന്നും വേണ്ട സർ. അതിനാരിവിടെ മൂന്നാം മുറ പ്രയോഗിച്ചു? എന്റെ കക്ഷിയുടെ ദേഹത്ത് പാടുകളുണ്ട്. അത് ഞങ്ങള് ജീപ്പിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വഴിക്ക് പ്രതി ഓടാൻ ശ്രമിച്ചപ്പോ ഉണ്ടായതാ. ഓടുന്ന ജീപ്പിൽ നിന്ന് ചാടിയ പിന്നെ പരിക്കുണ്ടാവില്ലേ? അല്ല സാറേ? പിന്നല്ലാതെ. പോലീസിന്റെ ഗുണ്ടായിസൊന്നും ഞാൻ കണ്ടിക്കത്തില്ല. എന്നാ താൻ കണ്ണടച്ച് നിൽക്ക്. ഞാനിത് കോടതിയിൽ ഉറപ്പായും വിഷയമാക്കും. താൻ എന്താന്ന് വെച്ചാ ചെയ്തോ. ഇന്നലെ സഞ്ജയനെ അറസ്റ്റ് ചെയ്തപ്പോൾ CCTV ഫുട്ടേജ് എനിക്ക് കാണണം. വക്കീലേ, അത് ഇന്നലെ അവര് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഡിലേറ്റ് ചെയ്തൊന്നല്ല, ഇന്നലെ മുതൽ CCTV പണിമുടക്കില്ല. നിങ്ങളെ കളിയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സ്റ്റേഷനിൽ ആകെ ഒരു പെണ്ണല്ലേ ഉള്ളൂ പോലീസുകാരിയായിട്ട്. നിങ്ങളെല്ലാവരെയും ഉള്ളു മയക്കിയെടുത്ത് കാണും. എന്താ സാറേ, ഞാൻ പറഞ്ഞതിന് മറുപടി ഇല്ലേ? ഇനി താൻ അനാവശ്യം പറഞ്ഞ തന്നെ ഞാൻ ആ സെല്ലിൽ തലകീഴായി കെട്ടിയിട്ട് തല്ലും. ഞാൻ കോടതിയിലുണ്ടാവും സഞ്ജയ്. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ സമാധാനമായിട്ട് ജീവിക്കാന്ന് നീ കരുതണ്ട. എന്റെ ഭർത്താവിനെയാ നീ തല്ലിയത്. ഇനി നിന്റെ ഒരു വണ്ടി പോലും ചെക്കിംഗ് ഇല്ലാതെ ചെക്ക് പോസ്റ്റ് കടന്നു പോവില്ല. നിന്റെ എല്ലാ കച്ചവടങ്ങളും ഞങ്ങൾ ശ്രദ്ധിക്കും. എന്തെങ്കിലും തെറ്റ് നിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച അപ്പൊ നിന്നെ തൂക്കിയെടുത്ത് ഇവിടെ തന്നെ കൊണ്ടിടും. ഈ സെല്ലിനെ നന്നായിട്ടൊന്ന് പരിചയപ്പെട്ട് വെച്ചോ. ഇനി കുറെ കിടക്കാനുള്ളതാ. പണ്ടിതുപോലെ എന്നെ തല്ലി വെല്ലുവിളിച്ചൊരു പോലീസുകാരൻ ഈ സ്റ്റേഷനിലുണ്ടായിരുന്നു. നിന്റെ തന്ത. അയാൾക്ക് എന്ത് സംഭവിച്ചെന്ന് ഓർമ്മയില്ലേ?